എലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. എലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഗ്രോക്ക് 3. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിലിറക്കി അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസ്. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ കൂടിയാണ് ബ്ലൂ ഗോസ്റ്റ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹനായത് KV കുമാരൻ. എൽ ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം. ഓസ്ട്രേലിയൻ താരം സ്റ്റീവൻ സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ മത്സരരംഗത്ത് നിന്ന് വിട പറയുന്നു. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് 2022 രാജ്യത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന നേടിയിട്ടുണ്ട്. ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഷ്ഫിഖുർ റഹീം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. മൗറീഷ്യസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം മൗറീഷ്യസ് പ്രസിഡന്റ് ധരംപീൽ ഗോകുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ചത് IIT കോട്ടയം. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത SDX-01, ചേസർ, SDX-02, ടാർഗറ്റ് എന്നീ പേടകങ്ങൾ 2 മാസത്തിന് ശേഷം വേർപെടുത്തി. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശ ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് V രാമസ്വാമി അന്തരിച്ചു. ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സയ്യിദ് ആബിദ് അലി അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യ പ്രവർത്തകനുമായ AK പുതുശ്ശേരി അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാൻ അന്തരിച്ചു. ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്തറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ P രാജേന്ദ്രൻ അന്തരിച്ചു. ജസ്റ്റിസ് V രാമസ്വാമി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. സയ്യിദ് ആബിദ് അലി ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ. AK പുതുശ്ശേരി പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനും. ദേബേന്ദ്ര പ്രധാൻ മുൻ കേന്ദ്രമന്ത്രി. ഡോക്ടർ P രാജേന്ദ്രൻ ആർക്കിയോളജിസ്റ്റ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് കീഴടക്കി. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു വിജയം. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന് കിരീടം. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിന് കിരീടം. 10.2 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡിട്ട് ഗുരീന്ദർ വീർ സിംഗ്. തോമസ് ബാക്കിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദി ഇന്ത്യ. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്തയെ നിയമിച്ചു. ഫോബ്സിൻ്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്ക് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. $34,200 കോടി മസ്കിൻ്റെ ആസ്തി. $9,250 കോടി ആസ്തിയുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ. $550 കോടി ആസ്തിയുള്ള MA യൂസഫലിയാണ് അതിസമ്പന്നനായ മലയാളി. 2025 ബിംസ്റ്റെക് ഉച്ചകോടി തായ്ലൻഡിൽ നടന്നു.
2025 ബിംസ്റ്റെക് ഉച്ചകോടി തായ്ലൻഡ്. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമത്താവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചോസ് 25. വിഖ്യാത ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു. അധ്യാപകനും ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ ടി.ബി. വേണുഗോപാല പണിക്കർ അന്തരിച്ചു. പ്രശസ്ത ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു. പ്രശസ്ത കഥാപ്രസംഗ കലാകാരൻ ഐലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. മലയാള സിനിമയിലെ ശ്രദ്ധേയരായ നായക നടന്മാരിൽ ഒരാളായിരുന്ന രവികുമാർ മേനോൻ അന്തരിച്ചു. വാൽ കിൽമർ ഹോളിവുഡ് നടൻ. ഡോക്ടർ ടി.ബി. വേണുഗോപാല പണിക്കർ അധ്യാപകനും ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനും. മനോജ് കുമാർ പ്രശസ്ത ബോളിവുഡ് നടൻ. ഐലം ഉണ്ണികൃഷ്ണൻ പ്രശസ്ത കഥാപ്രസംഗ കലാകാരൻ. രവികുമാർ മലയാള നടൻ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ എച്ച്.വി. ഈശ്വറിന്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പ്രൊഫസർ ജി.എൻ. പണിക്കർക്ക്. വി. മധുസൂദനൻ നായർക്ക് സാഹിത്യ പരിഷത്ത് പുരസ്കാരം. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് നടൻ ജയറാമിനും ഒളിമ്പ്യൻ ആർ ശ്രീജേഷിനും. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസമാണ് ബോങ്കോ സാഗർ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രഭൂഷണ പുരസ്കാരം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം. 4.6 കോടി രൂപയാണ് സമ്മാനത്തുക. ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് കെ.പി. സുധീര അർഹയായി. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. പി.ആർ. നാഥന് കൃത പുരസ്കാരം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ഗ്രാൻഡിന് ഡോക്ടർ ഗൗതം ചന്ദ്ര അർഹനായി. 7 കോടി രൂപയുടേതാണ് ഗ്രാൻഡ്. പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണന്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം കേരളത്തിന്. ലാൻഡോ നോറിസ് 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. ബെലറൂസിൻ്റെ പ്രസിഡന്റായി 7ാം തവണയും അലക്സാണ്ടർ ലുക്കാഷെങ്കോ അധികാരമേറ്റു.